നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോയിലും ബാംഗ്ലൂർ മെട്രോയിലും ഇപ്പോൾ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട്. കൊച്ചി മെട്രോയിൽ സിഗ്നലിംഗ് ആൻഡ് ടെലികോം വിഭാഗത്തിലാണ് ഒഴിവുകളുള്ളത്. ജനറൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ തസ്തികകളിലേക്കാണ് കൊച്ചി മെട്രോയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യത, നിയമനം, ശമ്പളം തുടങ്ങിയ വിശദാംശങ്ങൾ നോക്കാം. സ്ഥിരം നിയമനമാണ്. ഡെപ്യൂട്ടേഷനിലാണ് അല്ലെങ്കിൽ പുനർനിയമനം എന്നീ 3 രീതികളിലുണ്ടായിരിക്കും. സ്ഥിര നിയമനവുമുണ്ട്, ഡെപ്യൂട്ടേഷനുമുണ്ട്, പുനർനിയമനവുമുണ്ട്. ഡെപ്യൂട്ടേഷൻ നിയമനം 3 വർഷത്തേക്കാണ്. ഇത് വ്യവസ്ഥകൾക്കനുസരിച്ച് നീട്ടാവുന്നതാണ്. പുനർനിയമനമാണെങ്കിൽ ആദ്യഘട്ടത്തിൽ 2 വർഷത്തിലേക്കായിരിക്കും നിയമനം. പ്രോജക്റ്റ് ആവശ്യകത, പ്രകടനം, മാനേജ്മെന്റ് വിവേചന അധികാരം എന്നിവ പരിഗണിച്ച് 65 വയസ്സോ അല്ലെങ്കിൽ ആദ്യ നിയമനം മുതൽ 5 വർഷമോ ഏതാണോ ആദ്യം വരെ അതുവരെയാണ് നിയമനം നീട്ടുന്നത്. അടിസ്ഥാന യോഗ്യതയായി AICTE അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech ബിരുദമാണ് ആവശ്യം. ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് സേവനത്തിലുള്ള IRSSC ഉദ്യോഗസ്ഥരെയും പുനർനിയമനത്തിന് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വിരമിച്ച IRSSC ഉദ്യോഗസ്ഥരെയും പരിഗണിക്കും. യോഗ്യത നേടിയ ശേഷം കുറഞ്ഞത് 20 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഇതിൽ റെയിൽവേ അനുബന്ധ സ്ഥാപനങ്ങൾ, PSUകൾ, മെട്രോ റെയിൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ തലത്തിൽ 12 വർഷത്തെ പ്രവൃത്തി പരിചയം ഉൾപ്പെടണം. സിഗ്നലിംഗ് ആൻഡ് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ വൈവിധ്യമാർന്ന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പുനർനിയമനത്തിന് അപേക്ഷിക്കുന്ന റെയിൽവേ PSU, മെട്രോ റെയിൽ കമ്പനികളിലെ നിലവിലെ അല്ലെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥർ കുറഞ്ഞത് 37,400 അല്ലെങ്കിൽ 67,000 10,000 ഗ്രേഡ് പേയോടുകൂടിയ CDA പാറ്റേൺ ആണ്. ശമ്പള സ്കെയിലിലോ അല്ലെങ്കിൽ 1,20,000 2,80,000 IDA പാറ്റേൺ സ്കെയിലിലോ അതിന് തുല്യമായ ശമ്പള സ്കെയിലിലോ ഉള്ളവർ ആയിരിക്കണം. സ്ഥിരം നിയമനത്തിനായി അപേക്ഷിക്കുന്ന സർക്കാർ PSU ജീവനക്കാർ തത്തുല്യമായ ശമ്പള സ്കെയിലിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള ഗ്രേഡിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരോ ആയിരിക്കണം. കൂടാതെ സ്വകാര്യ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ്. എന്നാൽ അവരുടെ നിലവിലെ പ്രതിമാസ വാർഷിക ശമ്പളം 2,20,000 കുറയാൻ പാടില്ല. നിയമന രീതിക്ക് അനുസരിച്ച് ശമ്പളത്തിലും വ്യത്യാസങ്ങളുണ്ട്. സ്ഥിരം നിയമനത്തിന് 1,20,000 2,80,000 IDA ശമ്പള സ്കെയിലാണ്. ഡെപ്യൂട്ടേഷൻ നിയമനത്തിനായി അതത് വ്യവസ്ഥകളും നിബന്ധനകളും ബാധകമായിരിക്കും. പുനർനിയമനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1,70,000 അംഗീകൃത ശമ്പളമായി ലഭിക്കും. പ്രായപരിധിയുടെ കാര്യത്തിൽ 2025 സെപ്റ്റംബർ 1 കണക്കാക്കുന്നത്. ഡെപ്യൂട്ടേഷൻ, സ്ഥിരം നിയമനം എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ഉയർന്ന പ്രായപരിധി 55 വയസ്സ്. അതേസമയം പുനർനിയമനത്തിന് അപേക്ഷിക്കുന്നവരുടെ കുറഞ്ഞ പ്രായപരിധി 56 വയസ്സും ഉയർന്ന പ്രായപരിധി 62 വയസ്സുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് kochi.org/careers എന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഇനി ബംഗളൂരു മെട്രോയിലാണെങ്കിൽ പ്രോജക്റ്റ് വിങ്ങിൽ കമ്പനി സെക്രട്ടറി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കരാർ നിയമനമാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 26. ഒപ്പിട്ട പ്രിന്റ് ചെയ്ത അപേക്ഷയും അനുബന്ധ രേഖകളും ജനുവരി 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് അയക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യോഗ്യത, ശമ്പളം തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി പറയാം. അപേക്ഷകർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് ഫെലോ അംഗമായിരിക്കണം. നിയമത്തിലോ അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ CAയിലോ അധിക യോഗ്യത അഭികാമ്യമാണ്. കുറഞ്ഞത് 17 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഇതിൽ 6 വർഷം 60,000 മുതൽ 1,80,000 IDA വേതന സ്കെയിലിൽ മാനേജർ തസ്തികയിലോ അല്ലെങ്കിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 4 വർഷം സീനിയർ മാനേജർക്ക് സമാനമായ തസ്തികയിലോ കമ്പനി സെക്രട്ടറിയായോ പ്രവർത്തിച്ചിരിക്കണം. കമ്പനി നിയമം 2013, കോർപ്പറേറ്റ് ചട്ടങ്ങൾ എന്നിവ അനുസരിച്ച് വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ കംപ്ലയൻസ്, സെക്രട്ടേറിയൽ പാലനങ്ങളിൽ അഗാധമായ അറിവ് നിർബന്ധമാണ്. കമ്പ്യൂട്ടർവത്കൃത സാഹചര്യത്തിലും അനുബന്ധ ആപ്ലിക്കേഷനുകളിലും പ്രായോഗിക പരിചയം അഭികാമ്യം. കന്നഡ ഭാഷയിൽ പ്രാവീണ്യം അത്യാവശ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രതിമാസം 1,64,000 രൂപ ശമ്പളവും GPA, CMC, ഗതാഗത അലവൻസുകൾ ഉൾപ്പെടെ കമ്പനിയുടെ നിയമങ്ങൾക്കനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. നിയമനം 5 വർഷത്തെ പ്രാഥമിക കരാർ അടിസ്ഥാനത്തിലായിരിക്കും. പ്രകടനത്തെയും ആവശ്യകതകളെയും ആശ്രയിച്ച് ഇത് ദീർഘിപ്പിക്കുകയും ചെയ്യും. 3 മാസത്തെ നോട്ടീസോ അതിനു തുല്യമായ കരാർ വേതനമോ നൽകി നിയമനം അവസാനിപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.bmrc.co.in നോക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യുക.